ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഞാൻ ഡെസേർട്ട്സ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു ഡെസേർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റ് വെച്ചുള്ള നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മക്കളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും പാലും വെച്ചിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു പുഡിംഗ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ക്യാരറ്റും പാലും വെച്ചിട്ടുള്ള എന്ത് ഡെസേർട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളൊരു പുഡിംഗ് ആയിരുന്നു, ക്യാരറ്റ് പുഡിംഗ് തന്നെ. അപ്പോൾ അത് വേറെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വേറെ രീതിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വലിയ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മളത് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മളത് അരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നല്ല ഫൈൻ പേസ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ 3 വലിയ ക്യാരറ്റിനാണ് ഞാനിപ്പം അതിൻ്റെ മെഷർമെൻറ്റ്സാണ് പറയുന്നത്. അപ്പോൾ അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് പാല്, 250 ml കപ്പിലാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പം 500 ml പാലുണ്ടാവും. 1/2 ലിറ്റർ പാൽ കേട്ടോ. 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കണം. ഈ ക്യാരറ്റ് ഈ പാലിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാലേ നമ്മൾ ആ ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ പോയിട്ട് വേറൊരു ടേസ്റ്റ് വരുള്ളൂ. ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളത് ക്യാരറ്റ് വേവിക്കാത്ത റെസിപ്പിയായിരുന്നു പുഡിങ്ങിൻ്റെ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ്ങിന് എപ്പോഴും അറിയാലോ, നല്ലോണം പഞ്ചസാര വേണം, നല്ല മധുരത്തിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ. എന്നാലേ തണുത്ത ശേഷം നമുക്ക് പാക മധുരത്തിൽ കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മധുരത്തിനായിട്ട് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് മാത്രം എടുത്തത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള പാല് ഒന്ന് വറ്റി വരണം. എന്നാലേ നമ്മൾക്കിത് നല്ല സ്മൂത്തായിട്ട് നല്ല കട്ടിയിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം പാലൊന്ന് ചെറുതായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ടാവും കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പം ചിലർക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവും പുഡിങ്ങിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പഞ്ചസാരയും ചേർക്കുക. അപ്പം ഇവിടെ ഇപ്പം ഈ ക്യാരറ്റിൻ്റെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടുതൽ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ മധുരം അത്യാവശ്യമാണ്. മധുരം ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ കൂടുതൽ മധുരം വേണം. എന്നാലേ നമ്മളത് സെറ്റാക്കി തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് പാകത്തിൽ മധുരം കിട്ടുള്ളൂ. അപ്പോൾ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ എടുക്കാം. തണുപ്പിക്കാനല്ല, ചൂടാറാൻ വെക്കുക. എന്നാലേ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. വല്ലാണ്ട് ചൂടാറാൻ നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി നമുക്ക് ഇത് അരച്ചെടുക്കാൻ പാകത്തിനാവുന്ന സമയത്ത് നമുക്ക് ഇത് അരച്ചെടുക്കണം. അപ്പം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റിന് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റെപ്സൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു 6 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ടാവും. 6 ഗ്രാം ചൈന ഗ്രാസിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെറിയ ഫ്ലെയിമിലൊന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കണം. അതായത് ഒരു നല്ല ലിക്വിഡ് പോലെ ആയി കിട്ടണം ഈ ഒരു ചൈന ഗ്രാസിൻ്റെ സ്ട്രിപ്സ്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പം നമ്മൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ചൈന ഗ്രാസൊക്കെ 25 ഗ്രാമിൻ്റെ ഒരു പാക്ക് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് 6 ഗ്രാം എങ്ങനെ എടുക്കാമെന്ന് ഞാൻ മുമ്പത്തെ ഒരുപാട് പുഡിംഗ് റെസിപ്പീസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 25 ഗ്രാം ഏകദേശം നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും 8 ഗ്രാമോളം വരും. അതിൽ നിന്ന് ഏകദേശം ഓരോ 8 ഗ്രാം എടുത്തിട്ട് അതിൽ നിന്ന് ഏകദേശം ഒരു 6 ഗ്രാം എടുക്കുക. ഏകദേശം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് അവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ്ചർ നമ്മൾ അരച്ചെടുക്കും വേണം അതിൻ്റെ ഇടയ്ക്ക്.
അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ചൂട് പറ്റ ആറിയ ശേഷം നമ്മൾ ഇത് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചൈന ഗ്രാസിൻ്റെ മിക്സിലേക്ക് ചേർക്കുമ്പം അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ചൈന ഗ്രാസിൻ്റെ മിക്സിൻ്റേതും അതുപോലെ ക്യാരറ്റിൻ്റെ മിക്സിൻ്റെയും ഒരു ചൂട് ടെമ്പറേച്ചർ ഏകദേശം ഈക്വൽ ആയിട്ടുണ്ടാവണം രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഉടച്ചെടുക്കുക. നല്ല ക്ലിയർ ലിക്വിഡ് ആവുന്ന വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഏകദേശം ചൈന ഗ്രാസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ചേർക്കുന്ന സമയത്ത് തന്നെ നമ്മളത് വേറൊരു സ്പാറ്റില കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ കൊണ്ടോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് നമ്മൾ എല്ലാം ഒഴിച്ച ശേഷം യോജിപ്പിച്ച് കൊടുക്കാൻ നിൽക്കരുത്. അപ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് അവിടെ കട്ടിയായി പോവും. അപ്പം അതിൻ്റെ കൂടെ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇച്ചിരി വെള്ളം ബ്ലെൻഡറിലേക്ക് ഒഴിച്ചിട്ട്, ഇച്ചിരി എന്ന് പറയുമ്പം ഒരു 1/4 കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് നമ്മൾ വേവിച്ചെടുത്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു കളറായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പത്തെ റെസിപ്പിയിൽ ക്യാരറ്റ് വേവിച്ചെടുക്കാണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. രണ്ടും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു ടേസ്റ്റും ആ ഒരു ടേസ്റ്റും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്, ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടും ആ ഒരു പുഡിങ്ങിന്. അതിന് മാത്രമാണ് നെയ്യ് ചേർക്കുന്നത് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ മതി കേട്ടോ നെയ്യ്, ഒരുപാടൊന്നും വേണ്ട. അപ്പം ഇത് ഇനി ഒരുപാട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ്. അപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇത് മാറ്റാം. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പുഡിംഗ് റെസിപ്പീസൊക്കെ ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് ചൂടാറിയ ശേഷം, ചൂടാറാൻ ഒരു അരമണിക്കൂറൊക്കെ പിടിക്കും. അതിനുശേഷം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഒരു ചെറിയൊരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിൽവർ ഫോയിൽ കൊണ്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരുപാട് അടച്ച് വെക്കുകയൊന്നും വേണ്ട. ഫ്രിഡ്ജിൽ താഴെയാണ്, ഫ്രീസറിലല്ല വെക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് ഞാനത് സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതും അത് കട്ട് ചെയ്തതൊക്കെ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറിനകത്ത് തന്നെ ഇത് സെറ്റാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടി ഇത് മൊത്തത്തിൽ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പുഡിംഗ് ഒരുപാട് പേർക്ക് അറിയുന്നൊരു പുഡിംഗ് തന്നെ ആയിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള പുഡിംഗ് ഒന്നുമല്ല, പക്ഷേ എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഇക്കാക്കും മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള 2 പുഡിങ്ങാണ് ക്യാരറ്റ് പുഡിങ്ങും ഇളനീർ പുഡിങ്ങും. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. നല്ല സ്മൂത്തായിട്ട്, അധികം നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുമ്പം ഭയങ്കര ഹാർഡായിട്ടുള്ള പുഡിങ് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം എപ്പോഴും പാകത്തിന് വേണം നമ്മൾ ചൈന ഗ്രാസ് എടുക്കാൻ. അത് 1-2 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് എക്സ്പേർട്ടാവും. അപ്പോൾ ക്യാരറ്റ് വെച്ചുള്ള നല്ലൊരു പുഡിങ്ങാണ്. പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിൽ ചൈന ഗ്രാസിൻ്റെ കുറച്ച് ഇതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചൈന ഗ്രാസ് നിങ്ങൾ മെൽറ്റ് ചെയ്ത ശേഷം അരിപ്പയിലൂടെ അരച്ചിട്ട് വേണം നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പം സെയിം പാനിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പയിലൂടെ അരിക്കാൻ വിട്ടുപോയി. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം മുകളിൽ കിടക്കുന്നത്. അതുകൊണ്ട് ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ കാണാൻ നല്ല സ്മൂത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ചൈന ഗ്രാസ് ഒന്ന് അരിപ്പയിലൂടെ അരച്ചിട്ട് വീണ്ടും പാനിലേക്ക് തന്നെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയുള്ള 2 പുഡിങ്ങിനും വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പിൻഡ് കമൻറ്റായിട്ട് കൊടുക്കുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പുഡിങ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ ചെറിയ മിസ്റ്റേക്സൊക്കെ പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ മാറ്റം വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിംഗ് ആണിത്. നല്ല സ്മൂത്താണ്. അത് നിങ്ങളിപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല സ്മൂത്തായിട്ട്, ഒട്ടും തന്നെ ചൈന ഗ്രാസ് കൂടുതലുമില്ല എന്നാൽ കുറവില്ല, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ചൈന ഗ്രാസ് പാകത്തിന് മാത്രം എടുക്കുക കേട്ടോ.
അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ളോഗിലേക്ക് പോവാം. മക്കൾക്കിപ്പം ഓൺലൈൻ ക്ലാസ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂള് വന്നിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുവാണെങ്കിലും യൂണിഫോം ഇട്ടിട്ട് വേണം ഇരിക്കാനെന്നൊക്കെ. അപ്പോൾ അത് ഈ ഒരു തേഴ്സ്ഡേ മുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അവർക്ക് യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ വൈകിട്ട്. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഹാബിറ്റേറ്റ് സ്കൂളിൻ്റെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷം പുതിയ യൂണിഫോമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയത് വാങ്ങിക്കന്നെ വേണം. അപ്പോൾ യൂണിഫോമിനായിട്ട് നമ്മൾ അജ്മാനിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു 6:30-7 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വൈകിട്ട്. അപ്പോൾ ഇതാണ് ആ ഷോപ്പ്. ഷോപ്പിന് പുറത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി അകത്തേക്ക് കയറ്റുന്നില്ല. നമ്മൾ വന്ന ഓർഡർ അനുസരിച്ചിട്ട് അവർ വിളിക്കും, അതിനനുസരിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതാണ് പുതിയ യൂണിഫോം കേട്ടോ. റീനും റോസിനും യൂണിഫോം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരു സെറ്റ് വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ യൂണിഫോം ഉണ്ട്, അത് വാങ്ങിക്കുന്നില്ല. ക്ലാസ്സിലേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓൺലൈൻ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതാ റോസും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കളേഴ്സൊക്കെ എത്ര വാങ്ങിച്ചാലും മതിയാവില്ല. അപ്പോൾ അത് ക്ലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പലതും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പം എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചീത്ത കേട്ടു. അപ്പോൾ അതിൽ പിണങ്ങിയിട്ട് വണ്ടിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കരഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അത് വീഡിയോയിൽ കൊടുക്കരുതെന്ന് ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ തിരിച്ച് ഉമ്മൽക്കോയിലെത്തിയപ്പം എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മൾ സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിർത്തിയതാണ്. അപ്പോൾ റോസും അപ്പോൾ ഈ ഒരു സീനിന് തൊട്ട് മുമ്പ് കരയുമായിരുന്നു. അപ്പോൾ അതാണ് ഫേസ് ഇങ്ങനെ. അപ്പോൾ ആ ഒരു വീഡിയോ കൊടുക്കരുതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മൽക്കോയിൻ സൽമയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ പൊറോട്ട സാൻഡ്വിച്ച് നല്ല ടേസ്റ്റാണെന്ന് ഇക്ക ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊന്ന് സാൻഡ്വിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ സംഭവം പറയാൻ വിട്ടുപോയി. റോസിൻ്റെ സ്കൂളിൽ നിന്ന് അവർ ടൂർ കൊണ്ടുപോകുന്നുണ്ട്. ടൂർ പോകുന്നത് ഡിസ്നി വേൾഡിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവളുള്ളത്. അറിയാലോ, മക്കൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് ഡിസ്നി വേൾഡ്. അവിടേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട, തൊപ്പി, അങ്ങനെ സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാതും ഉണ്ടായിരുന്നു വീട്ടിൽ. അതിൽ കുട വീട്ടിലില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗിഫ്റ്റ് മാർക്കറ്റിൽ വന്നതാണ്. ഇപ്പോഴാണ് മക്കൾക്ക് ശരിക്കും സ്കൂളൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. എപ്പോഴും റോസുവിന് പരാതിയാണ് സ്കൂളിലേക്ക് എന്നാ പോവുക, എന്നാ അതൊക്കെ ഒന്ന് മാറാമെന്നൊക്കെ. അപ്പോൾ കുട സെലക്ട് ചെയ്യാണ്. അവിടെ ഞാനൊരു ഗ്രീൻ കളർ കുട കാണിച്ചു കൊടുത്തു. അതൊന്നും പറ്റില്ല, പിങ്ക് തന്നെ വേണമെന്നായിട്ട് പിങ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ 1-2 സാധനം കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഷോപ്പിംഗ് മോളിലും അതുപോലെ പുറത്തൊക്കെ വെച്ചിട്ട് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. ഇതാ നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ ഇതവിടെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അങ്ങനെ സംസാരിക്കാൻ വരുമ്പോഴൊക്കെ. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കിട്ടിയതാണ് ആളെ. അപ്പോൾ റോസുവിനെ കണ്ടിട്ട് വന്നതാണ്. പിന്നെ റോസ് ശരിക്കും വിചാരിച്ചിട്ടുള്ളത് സ്കൂളിൽ നിന്ന് ടൂർ പോകാമെന്നാണ്. KG 1-നും 2-നും പോയ പോലെ ടൂർ പോകാമെന്നായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു വെർച്വൽ ടൂറാണ്. ഡിസ്നി വേൾഡിലേക്ക് നമ്മൾ ഓൺലൈൻ വഴി മാമും കുട്ടികളെല്ലാവരും കൂടി പോകുന്നൊരു ടൂറ് പോലെ, എല്ലാവരും ടൂറ് പോലെ പോകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെയുള്ളൊരു സംഭവമാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ടൂറൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവൾ ഓക്കെ ആയിട്ടോ. പിന്നെ അതും ഭയങ്കര ത്രില്ലായിട്ട് കിടന്നിട്ടൊന്നും ഉറക്കം കിട്ടുന്നില്ലായിരുന്നു ആൾക്ക്. അപ്പോൾ വീട്ടിൽ വന്ന പാടന്നെ കുടയൊക്കെ ഒന്ന് തുറന്ന് നോക്കി. കുട നല്ല രസമുണ്ട് കേട്ടോ. അതിന് ഇട്ട് വയ്ക്കാനുള്ളൊരു ബോക്സ് പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ട്. 10 ദിർഹംസേ ഉള്ളൂ, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ.
സാധാരണ ഓൺലൈൻ ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ തലേന്ന് നമ്മൾ കിടക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിടക്കില്ല, അത്ര മൂഡൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിപ്പോൾ ടൂറിന് പോകുന്നുണ്ട് നെക്സ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല എന്നുള്ളൂ. വേഗം പോയിട്ട് എല്ലാം റെഡിയൊക്കെ ആക്കി വെച്ചിട്ട് ഉറങ്ങാനൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങിയിട്ട് ആൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ ആലോചിച്ചിരുന്നിട്ട്. അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ. നമ്മൾ എല്ലാ മക്കളുടെ സ്ഥിതി ഇങ്ങനെ തന്നെ ആയിരിക്കും. സ്കൂളിലേക്ക് പോകാണ്ടായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പോൾ സ്കൂളിലേക്ക് പോകാനും ഇതുപോലത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ച് പിന്നെ അതൊന്ന് വീട്ടിലെത്തിയ പാടനെ പൊട്ടിച്ച് നോക്കാൻ ഞാൻ ഭയങ്കര സമാധാനക്കേടാണല്ലോ. അപ്പോൾ വേഗം സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് പൊട്ടിച്ച് കൊടുത്താണ്. യൂണിഫോം വാങ്ങിക്കാൻ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ക്ലേ ബോക്സാണത്. അപ്പോൾ ഇതാ റോസ് ഇപ്പം വിർച്വൽ ടൂർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. ഡിസ്നി വേൾഡിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ കുടയൊക്കെ റെഡിയാക്കി നിർത്തുവാണ്. ഇനിയിപ്പം അവിടെ എത്തിയിട്ട് കുട തുറക്കാൻ പറ്റാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കുടയൊക്കെ എല്ലാം റെഡിയായി, കൂളിംഗ് ഗ്ലാസ് വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയായിട്ട് ക്ലാസ്സിന് ഭയങ്കര ഇൻട്രസ്റ്റ്. നേരത്തെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്നാക്കൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം പുഡിങ് ഏതായാലും ഉണ്ടാക്കിയതല്ല, അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബോട്ടിലിൽ വെള്ളമൊക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബാഗൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മാസ്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ ടൂർ പോകുന്ന പോലെ തന്നെ ഉള്ളൊരു സെറ്റപ്പ് വീട്ടിൽ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇതുപോലെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അതിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും അവിടെ പോയൊരു ഫീൽ തന്നെ ഉണ്ടാവും തോന്നുന്നു. കാരണം ഞാനും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്ന് നോക്കി, അപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് എത്തിയപ്പം എന്താ പറയുക, സ്നാക്കിംഗ് ടൈമാണ്, എല്ലാവരും സ്നാക്ക് എടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലെല്ലാവരും സ്നാക്ക് കഴിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ റെസിപ്പിയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.